എടാ ഇന്ന് കൊറേ ചാകര വന്നിട്ടുണ്ടല്ലോ മോളെ. ഇതാ ഒരുപാടുണ്ട്. അമ്മോ അജറക്കാന്ന് ഞെക്കി നോക്കുന്നു. വേണ്ട ചക്കിയൊന്നുമല്ല. നമുക്ക് തുറന്നു നോക്കിയാലോ? അമ്മയുടെ വരുന്നവരെ കാത്തിക്കണ്ടടാ. നമുക്കിത് പൊളിച്ചു നോക്കിയാലോ? എടാ മെറ്റീരിയൽ ആണോ അജറക്കിന്റെ? ഒന്നും തിരിയുന്നില്ല. സാരി ഉണ്ടാവും വിചാരിക്കുന്നു. ഈ ഫോൾഡിങ് കാണുമ്പോ സാരി പോലെ ഉണ്ടല്ലേ? പൊളിക്കല്ലേ? ഇന്ന് മാമിനെ വിളിച്ചു ചോദിച്ചാലോ? ധാരാളം മാം വരുന്നുണ്ട്. അതല്ലേ വണ്ടി വന്ന് ചോദിച്ചു നോക്കിട്ട് പറയാം. അതെ അതാണ് കാര്യം. ഞാനോർത്ത് എല്ലാരും ഇങ്ങനെ നിന്നപ്പോ എന്താന്ന് ചോദിച്ചോണ്ടിരിക്കുക. പാർസൽ എന്തായാലും വരും. ഞാൻ എല്ലാരും ഇങ്ങനെ നിന്നപ്പോ ഞാനോർത്ത് എന്തോ പറ്റീന്ന്. പാർസലല്ല, അത് നമുക്ക് ഓപ്പൺ ആക്കാം. സാധാരണ ഗോഡൌണിൽ ഡയറക്റ്റല്ലേ വരാറ്. ഞാൻ ഇന്നിപ്പോ അങ്ങോട്ട് കൊണ്ടുപോയില്ല, നേരെ ഇവിടെ ഇറക്കാൻ വേണ്ടി പറഞ്ഞു. എന്ത് പേടി? എന്തിനാ പേടിക്കണത്? പക്ഷെ ഞാൻ വിചാരിച്ചു തുറക്ക. ഇതിപ്പോ നിങ്ങളെ വർത്താനം കണ്ട് തോന്നും ഈ ഗൾഫിൽ നിന്ന് വരുമ്പോ പെട്ടി തുറക്കേണ്ട ഒരു ആകാംക്ഷയില്ലേ, അതാണ് പെട്ടി തുറക്കാൻ വേണ്ടിട്ട്. കത്രികയെല്ലാം എടുത്ത് റെഡി. ഞാൻ വന്നപ്പോണ്ട് എല്ലാരും ഇങ്ങനെ കത്രികയെല്ലാം എടുത്ത് നിക്കുന്നത്. ഞാൻ വിചാരിച്ചത് എന്താ എല്ലാരും കൂട്ടത്തിൽ നിക്കുമ്പോ ഏതാന്ന് വെച്ചാ തുറന്നോ. എന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? അച്ചടക്കം മോഡലും അതൊന്നും പറയാൻ പറ്റില്ല. അത് ഓപ്പൺ ആക്കിയാലേ അറിയാൻ പറ്റൂ. ഇത് ഇത്ര സമയം വെച്ച് ഞാനടുത്ത് നിങ്ങൾ ഓപ്പൺ ആക്കിയിട്ട് എല്ലാം തുടങ്ങി കാണുമെന്ന്. എന്ത് ചോദിക്കാൻ വേണ്ടിട്ട്? ചോദിക്കാനൊന്നുമില്ല. പുറക്കാട്ട് കടപ്പുറത്ത് എടാ സിക്സ് ആഗ് പൃഥ്വിരാജിന്റെ ഷർട്ടിന്റെ എല്ലാം പോലെ ആ മെറ്റീരിയലിന്റെ എല്ലാം അതിന്റെ ഫ്ലോറലും ബ്ലാക്കില് വന്നിട്ടുണ്ട് കേട്ടാ കൊറേ ഡിസൈന്. നിനക്ക് സാരി ആയല്ലോ. അജ്രക്കോട്ടന്റെ സാരി കൊറേ ഒക്കെ പെൻഡിങ് ഉണ്ടാക്കാൻ വേണ്ടിട്ട്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നതെല്ലാം ബ്ലാക്കും ബ്രിക്ക് റെഡ് അല്ലേ. പക്ഷെ കൊറേ എൻക്വയറി വന്നത് എല്ലാ കളറും വേണമെന്ന. അതുകൊണ്ട് ഇപ്രാവശ്യം യെല്ലോയിലുണ്ട്, ഇൻഡിഗോയിലുണ്ട്. ഇൻഡിഗോ, ബ്രിക്ക് റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്. ഗ്രീൻ ഇതുവരെ വന്നിട്ടില്ലല്ലോ. ഗ്രീൻ ഇതുവരെ വന്നിട്ടില്ല. അല്ല ഇതെല്ലാം സാരീസ് തന്നെയാ. ഇത് കശീഷ് അല്ല, ബ്ലാക്കിൽ തന്നെ വരുന്നതാ. നല്ല ഭംഗിയുണ്ടല്ലേ. ഇപ്പൊ പുതിയ നമ്മളെ കളക്ഷൻസ് വന്നിരിക്കുവാണ്. അജ്രക്കിൽ വരുന്ന സാരി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫെബ്രുവരിയിലാണോ മാർച്ചിലാണോ ഇട്ടത്? ഫെബ്രുവരിയിലാന്ന് തോന്നുന്നു ഇട്ടത്. അന്ന് മുതൽ നമുക്ക് ഇന്ന് നമ്മളെ മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒരു 7, 8, 10 അല്ലേ ഒരു എൻക്വയറി എങ്കിലും ഉണ്ടാവും നമുക്ക് സാരി റീസ്റ്റോക്ക് ചെയ്യോ ഇനി കൊണ്ടുവരുമെന്ന്. പക്ഷെ നമ്മൾ അന്നേ കൊടുത്ത ഓർഡേഴ്സ് ആണ് ഇപ്പൊ വന്നേക്കണേ. കാരണം അത്ര ബൾക്കായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ബ്ലാക്കിൽ വരുന്ന അജ്രക്കിന്റെ സാരി, അതിൽ തന്നെ കളേഴ്സ് ഉണ്ട്, ബ്രിക്ക് റെഡിലുണ്ട്, എല്ലാം വരുന്നുണ്ട്. അപ്പൊ ഇനി വരുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾ മുടങ്ങാണ്ട് കാണണം. മൊഡാൽ സിൽക്കാണിത്. മൊഡാൽ സിൽക്കിൽ നമ്മൾ
ഗുരുവായൂർ അമ്പലനടയിൽ നിന്ന് എന്താ പറയാ പൃഥ്വിരാജിന്റെ പൃഥ്വിരാജ് ഇട്ട ഷർട്ടിന്റെ സെയിം വേണോന്ന് ചോദിച്ചു. ഇതിലൊക്കെ വെച്ചാല് ഷർട്ടൊക്കെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. ഇതൊക്കെ ബ്ലാക്ക് കരിയുള്ള മുണ്ടലിട്ട് അടിപൊളി മാസമായിരിക്കും അല്ലേ? പിന്നെ പറയണം. അതിന്റെ കുറെ കളേഴ്സ് ഉണ്ട്. ഇതെല്ലാം വരുന്നുണ്ട്. ഇതൊക്കെ വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട്. എന്നാലും ജസ്റ്റ് നിങ്ങൾക്കൊരു വ്ളോഗായിട്ട് നമ്മൾ എടുത്തിരിക്കുകയാണ്. ഇതെല്ലാം ഇൻഡിഗോ ബ്ലൂവില്, പിന്നെ അതുപോലെ തന്നെ ഫ്ലോറൽ ഡിസൈൻ. കാരണം കുറച്ചൊക്കെ ഫ്ലോറൽ ഡിസൈനിലും ചോദിക്കുന്നുണ്ട്. ഇത് പുതിയതായിട്ട് നമുക്ക് കിട്ടിയതാണ് ഡോട്ട് ഡിസൈൻ. ഇത് ഷർട്ടിനൊക്കെ വേണ്ടി മാത്രം കൊണ്ടുവന്നതാണ്. ഷർട്ടിന് ചെയ്യാൻ നല്ല ഭംഗിയായിരിക്കും. കാരണം വെച്ചാൽ ഈ ജെൻസിന്റെ ഷർട്ട് ചെയ്യുന്ന സമയത്ത് ചിലർക്ക് ഫ്ലോറൽ ഇഷ്ടപ്പെടുന്നില്ല, ഒരു ഫെമിനിൻ ടച്ച് വരുന്നതുകൊണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നത്. ഇതിന്റെ കളേഴ്സ് ഉണ്ട്. ഇത് സെയിം തന്നെ, സെയിം പാറ്റേണില് സിഗ്സാഗിൽ. ഇത് കംപ്ലീറ്റ് ഷർട്ടിന് വേണ്ടി മാത്രമാണ്. ഇനി അതോർത്ത് ടോപ്പ് ലേഡീസിന് വേണ്ടെന്നല്ല, പക്ഷെ കൂടുതൽ കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഷർട്ടിനല്ലേ പോയത്. അപ്പോൾ അതുകൊണ്ട് ഇത് കൊണ്ടുവന്നു. പിന്നെ കോട്ടണിലും കൊണ്ടുവന്നിട്ടുണ്ട്, അജ്രക് കോട്ടണിൽ റണ്ണിങ് ഫാബ്രിക്സ്. ഏതാ ഇനിയിപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ ധന്യ പറഞ്ഞ് ഓൺലൈനിൽ ഓർഡർ എടുക്കുകയാണെങ്കിൽ വീണ്ടും റീസ്റ്റോക്ക് ആയിട്ടുണ്ട് എല്ലാം. ഇതെല്ലാം അജ്രക് കോട്ടനാണ്. അല്ല, ഇത് സാമ്പിളായിട്ട് ബാക്കി കംപ്ലീറ്റ് ഗോഡൗണിൽ കിടക്കുവാണ്. എല്ലാറ്റിനും നമുക്ക് വീഡിയോ എടുത്ത് സെറ്റാക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ്. ഗോഡൗൺ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പഴയ ലാവീസ് ബൊട്ടിക്കാണ്, സൗത്ത് ബസാർ മക്കാനിയിലുള്ള. ഇപ്പം നമ്മളത് ഗോഡൗണായിട്ടും പിന്നെ അതുപോലെ തന്നെ കസ്റ്റമൈസ്ഡ് ഡിസൈനിങ് സ്റ്റിച്ചിങ്ങിൻ്റെ എല്ലാം ഇതായിട്ടാണ് അവിടെ നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നത്. അല്ലേ ഇനി എന്താ സമാധാനായി. കുറെ കണ്ടപ്പോ തന്നെ ഒന്നും പറയാൻ പറ്റുന്നില്ല. എല്ലാം അതല്ല, തുഷാരൊക്കെ അത് വെഡിങ് ആനിവേഴ്സറിക്ക് ഒരുപോലെ സ്റ്റിച്ച് ചെയ്യണമെന്ന് പറയണ്ടേ. ഹസ്ബൻഡിന്റെ ഷർട്ടും ഒരു ടോപ്പും എന്തായാലും സ്റ്റിച്ച് ചെയ്തിട്ട് ഫോട്ടോ അയച്ചേരണേ. അതെ, നമുക്ക് റീൽസിലിടാം. അതന്നെ. അപ്പം ഇഷ്ടം പോലെ കളക്ഷൻസ് നമ്മളുടെ ലാവിസിന്റെ ഷോറൂമിൽ വന്നിരിക്കുകയാണ്. മൊഡാലിലും അജ്രക്കിലും, അജ്രക് പ്രിന്റിൽ മൊഡാൽ സിൽക്ക്, അജ്രക് കോട്ടന്റെ സാരീസിന്റെ കളേഴ്സ് എല്ലാം ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന കളേഴ്സൊക്കെ അവൈലബിൾ ആണ്, ഷോറൂമിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അടുത്ത് തന്നെ വരുന്നുണ്ട്. ലാവിസിൻ്റെ വീഡിയോസ് നിങ്ങൾ മുടങ്ങാണ്ട് കാണണം. മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. കാരണം ഇതൊക്കെ ഇത്ര റിസ്ക് ശരിക്കും ഒരു ഫെബ്രുവരി ലാസ്റ്റ് ആയപ്പോൾ ഓർഡർ ചെയ്തതാ. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ 4 മാസം കഴിഞ്ഞിട്ടാണ് ഇത്ര ഐറ്റംസ് നമുക്ക് കിട്ടിയേക്കണം. സാരീസൊക്കെ ഇത്ര എഫേർട്ട് എടുത്ത് ചെയ്യുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, ഒരു സ്നേഹം, അതാണ് നമ്മളെ ഇത്ര മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്, സ്നേഹവും ലാവിസിൻ്റെ കൂടെ ഉണ്ടാകണം. പിന്നെ വീഡിയോസ് മുടങ്ങാണ്ട് കാണണം. എല്ലാവരും സൈഡിലോട്ട് നിൽക്കാണ്ട് വേഗം ബാർകോഡാക്കി സെറ്റാക്കിക്കോ. എല്ലാവരും ഭക്ഷണമൊക്കെ വേഗം കഴിച്ചോ. കാരണം ഇന്നത്തെ വീഡിയോ, ഇന്ന് മുതൽ വീഡിയോ എടുത്ത് തുടങ്ങണം നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? സന്തോഷം കൊണ്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല. കാരണം ഈ മെസ്സേജ് ചെയ്യുമ്പോൾ നമുക്ക് അവൈലബിൾ പിന്നെ വരും പറയാൻ നമുക്ക് ഭയങ്കര വിഷമമാണ്. എന്നാലും കുഴപ്പമില്ല, കാരണം ഓൾറെഡി ഓർഡർ ചെയ്തിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാലും പ്രശ്നമൊന്നുമില്ല. എങ്ങനെയാണ് നമ്മൾ റെഗുലർ ആയിട്ട് കളക്ഷൻസ് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം ചിലർക്ക് പേയ്മെന്റ് ചെയ്ത് ചിലപ്പോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ്. കാരണം ലേറ്റ് ആവുമ്പോ എന്താ, അപ്പം പുതിയ കളക്ഷൻ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ചിലർക്ക് പേടിയാണ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പീസ് തന്നെ എടുക്കണോ വേറെ എടുക്കണോ എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടാവും. അങ്ങനെയൊന്നുമില്ല. ഇനി പുതിയ വരുമ്പോൾ അതൊന്ന് സ്കിപ്പ് ചെയ്ത് ഇങ്ങോട്ടേക്ക് എടുക്കാവുന്ന വിഷയമില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മൾ വളരെ എന്താ പറയാ സോഫ്റ്റ് മൈൻഡുമാണ്. നമുക്ക് അങ്ങനെ കർക്കശമൊന്നും ഇല്ല അല്ലേ. അതുകൊണ്ടാണ് ഇപ്പോഴും ഇത്രയും ഡിമാൻഡ് നമുക്ക് ഉണ്ടായിട്ട് നമ്മൾ ഒട്ടും റേറ്റ് കുറച്ചിട്ടേ ഉള്ളൂ നമ്മൾ. കാരണം അജ്രക് കോട്ടനൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ നല്ലൊരു 300 എബോവ് ഉണ്ടായിരുന്നതാ. ഇപ്പം ഞങ്ങൾ ഏറ്റവും നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ലോവസ്റ്റ് റേഞ്ചിലാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്. കാര്യം മാക്സിമം കസ്റ്റമർ അത് പറഞ്ഞാൽ നമുക്ക് കസ്റ്റമർ വോളിയം കൂടണം. നമ്മളൊരു വലിയൊരു പ്രോഫിറ്റിൻ്റെ അപ്പുറം നമ്മളുടെ ഒരു കസ്റ്റമർ വോളിയം ഉണ്ടായാലേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ, നമുക്കൊരു നിലനിൽപ്പുള്ളൂ. കസ്റ്റമർ ഇല്ലെങ്കിൽ നമ്മളില്ല. നിങ്ങളില്ലാണ്ട് എന്താഘോഷം എന്ന് പറഞ്ഞ പോലെ കസ്റ്റമർ ഇല്ലെങ്കിൽ നമ്മളില്ല. അതുകൊണ്ട് മാക്സിമം എല്ലാവർക്കും ഇപ്പോൾ സാരിയെല്ലാം ഇത്രയും നമുക്ക് അന്ന് മുതലേ പെൻഡിങ് ഉള്ളതൊക്കെ കൂട്ടിയാലും നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഡിമാൻഡ് ഇട്ടാലും അവർ നമുക്ക് പൈസ തരും. പക്ഷെ നമ്മൾ അന്നും ഇന്നും അതേ റേറ്റ് തന്നെയാണ് സാരി 2450 അജ്രക് കോട്ടണിൽ അതേ റേഞ്ച് തന്നെയാണ് വീണ്ടും വെക്കുന്നത്. അപ്പോൾ ലാവിസ് ഡിസൈൻസിൻ്റെ ഇനിയുള്ള വീഡിയോസ് നിങ്ങൾ മുടങ്ങാണ്ട് കാണണം. പുതിയ പുതിയ അജ്രക്കിൻ്റെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒന്നും പറയാനല്ലേ? താങ്ക് യു.